24 ഗുരുക്കന്മാരെ കുറിച്ച് പറയുന്നുണ്ടല്ലോ. അതിൽ പഞ്ചഭൂതങ്ങളുണ്ട്. ഏറ്റവും വലിയ മൃഗവും ചെറിയ മൃഗമുണ്ട്, വലിയ പക്ഷിയും ചെറിയ പക്ഷിയുമുണ്ട്, വിഷസർപ്പമുണ്ട്, വേശിയുമുണ്ട്, നമ്മൾ നിസാരമെന്ന് കരുതുന്ന കൃമികീടങ്ങളുമുണ്ട്. നമ്മൾ നല്ലതെന്ന് പറഞ്ഞ് ഉൾക്കൊള്ളുന്നവ മാത്രമല്ല, ചീത്തയെന്ന് പറഞ്ഞ് തള്ളിക്കളയുന്നവയും ജീവിതത്തെക്കുറിച്ച് വലിയ പാഠങ്ങൾ നമ്മളെ ചൊല്ലിപ്പഠിപ്പിക്കുന്നുണ്ട്. എന്താണ് ഇതിൻ്റെ അർത്ഥം? പ്രകൃതിയിലെ ഓരോ ജീവനും നമുക്ക് വേണ്ടി ഓരോ സന്ദേശം കരുതി വെച്ചിട്ടുണ്ട്. ഒരു മഹാത്മാവിനോട് ചോദിച്ച് അങ്ങയുടെ ഗുരു ആരാണ്? അപ്പം മഹാത്മാ പറഞ്ഞു, എനിക്ക് അനവധി ഗുരുക്കന്മാരുണ്ട്. പ്രകൃതിയിൽ നിന്ന് ഓരോന്ന് നിരീക്ഷിച്ച് അതാണ് എൻ്റെ ജീവിതത്തിൻ്റെ ഇതിലേക്ക് വരാനുള്ള ചവിട്ടുപടിയാക്കി തീർത്തത്. എന്നൊരു പാഠം എനിക്ക് കിട്ടി. എന്നാൽ 4 ഗുരുക്കന്മാരാണ് എൻ്റെ മനസ്സിൽ പെട്ടെന്ന് കടന്നു വരുന്നത്. ഒരു വീട്ടിൽ പോയി താമസിച്ച് ഒരു കള്ളൻ്റെ വീടാണ്. അയാൾ എന്നും വെളുപ്പം കാലം 2 മണിയാകുമ്പോൾ പടിന്ന് ഇറങ്ങിപ്പോകും. എന്നിട്ട് തിരിച്ചു വരും. ചീത്തയും ചോദിച്ച് എങ്ങോട്ട് പോയി? ഞാൻ ഓട്ടിക്കാൻ പോയി. വല്ലതും കിട്ടിയോ? ഇന്നൊന്നും കിട്ടിയില്ല, ആളെ കിട്ടുമായിരിക്കും. ഇത് 2 മണിക്കോ? എല്ലാവരും ഉറങ്ങുന്ന സമയമാണെന്ന് എനിക്കറിയാം. അപ്പോഴാണ് എനിക്ക് അക്കാൻ പോകേണ്ടത്. അവിടെ ഇങ്ങനെ കാത്തിരുന്ന് പോകും. പിറ്റേ ദിവസം കറക്റ്റിന് 2 മണിക്ക് അവിടെ നിന്ന് ഇറങ്ങിപ്പോകും. എന്നിട്ട് തിരിച്ചു വരും. വല്ലതും കിട്ടിയോ? ഇന്നൊന്നും കിട്ടിയില്ല, ആളെ കിട്ടുമായിരിക്കും. പിന്നെ ദിവസം എന്ന് പറഞ്ഞ് കുറച്ച് നാണയത്തുട്ടുകൾ കിട്ടി. പിന്നെയും കാത്തിരിക്കുകയാണ്. ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഉറക്കമാണ്. ഉറക്കം ഉപേക്ഷിച്ച് കറക്റ്റ് സമയത്ത് അവനെ പ്രതീക്ഷ വിടുന്നില്ല. അതിൽ മാത്രം എവിടെ കയറണം, എങ്ങനെ കയറണം, എങ്ങനെ ആ വീട്ടിൽ കയറേണ്ട രീതി എങ്ങനെയാണ്, ആരും കാണാതെ കയറുന്നത് എങ്ങനെയാണ്, അങ്ങനെ ചിന്തിച്ചാണ് ഇരുത്തം മുഴുക്കി. അതെനിക്കൊരു പാടുണ്ട്. പ്രതീക്ഷ വിടാതെ അവനെ ശ്രദ്ധ മുഴുക്കതിൽ മാത്രം ഫോക്കസ് ചെയ്തു. അവൻ്റെ ഒരു പാഠം ഞാനൊരു ഗുരുവായിട്ട് സ്വീകരിച്ചു. പിന്നെ എനിക്കൊരു പാഠം കിട്ടിയത്, ഞാൻ ഒരു നദീതീരത്തിൽ നിന്നപ്പോൾ ഒരു പട്ടി ഒരു പ്രാവശ്യം വന്ന് ഇങ്ങനെ വെള്ളത്തിലേക്ക് നോക്കും, തിരിച്ചു പോകും. പിന്നെയും വെള്ളത്തിലേക്ക് നോക്കും, കുറച്ചിട്ട് തിരിച്ചു പോകും. പിന്നെയും വെള്ളത്തിലേക്ക് നോക്കും, കുറച്ചിട്ട് തിരിച്ചു പോകും. പിന്നെ അത് ചാടി നീന്തി അക്കരയ്ക്ക് കയറി. കാരണം പട്ടി തൻ്റെ പ്രതിബിംബം കണ്ടിട്ടാണ് കുറച്ചിട്ട് തിരിച്ചു പോകുന്നത്. എനിക്ക് അക്കരെ എത്തണമെന്ന് നീന്ത വന്നപ്പോൾ പിന്നെ പേടിച്ചില്ല, രണ്ടും കൽപ്പിച്ചങ്ങ് ചാടി. അതുപോലെ ഞാൻ ധൈര്യം സംഭരിച്ചു. എന്നെ കണ്ട് ഭയന്ന് ഓടേണ്ടവനല്ല, അത് നേടേണ്ടവനാണ് എന്ന രീതിയിൽ ഞാൻ ആത്മീയത്തിലേക്ക് എടുത്ത് ചാടി. പൂർണ്ണമായും ആ സമർപ്പണ ഭാവത്തിലേക്ക് എനിക്ക് നീങ്ങാൻ സാധിച്ചു. ആധ്യാത്മമാർഗത്തിൽ പകുതി മനസ്സ് പാടില്ല. ആ നദിയിലേക്ക് കുളിക്കാൻ ചാടുന്നത് പോലെ ആ ഒരു സമർപ്പണം വേണമെന്നാണ് പറയുന്നത്. അതൊരു പാഠമായിട്ട് എന്നെടുത്ത് പയ്യൻ റാന്തലും കത്തിച്ചുകൊണ്ട് നടന്ന ഒരു കാര്യം സംഭവിക്കും. അപ്പം എനിക്ക് അവൻ്റെ ബുദ്ധിയെ പരിശോധിക്കാൻ വേണ്ടി ഞാനോട് ചോദ്യം ചോദിച്ചു, കുഞ്ഞ് ഈ റാന്തലിൽ വെട്ടം എവിടെ നിന്ന് വന്നു ചോദിച്ചു. കുട്ടി ഉടനെ തന്നെ അതിനെ ഊതി അണച്ച്, ഈ പ്രകാശം എങ്ങോട്ട് പോയി എന്ന് എന്നോട് ആ കുട്ടി ചോദിച്ചു. അതിനുത്തരം തന്നാൽ ഈ വെട്ടം എവിടെ നിന്ന് ഞാൻ പറയാമോ. അപ്പോൾ ഒരു കൊച്ചുകുട്ടിക്ക് പോലും നമ്മളെക്കാളും ബുദ്ധിയുണ്ടാകും. അപ്പോൾ ഒരു കുട്ടിയിൽ നിന്ന് പോലും പഠിക്കാനുണ്ട് നമുക്ക്. ഒരാളെ പോലും നമ്മൾ കുറച്ച് ആയിട്ട് കാണരുതെന്നുള്ള പാഠം അതിൽ ഞാൻ എടുത്ത്. ഓരോ സ്ഥലത്തേക്ക് പരിവർത്തനായിട്ട് പോകുമ്പോൾ ഗ്രാമത്തിൽ കർഷകനുണ്ട്. അപ്പോൾ എല്ലാവർക്കും ആ കർഷകനോട് വളരെ സ്നേഹവും ആദരവും. കർഷകൻ നടന്നു വരുമ്പോൾ മാറി ഒഴിഞ്ഞു കൊടുക്കും, വളരെ സ്നേഹത്തോടും ആദരവോടും. എന്താണെന്ന് അന്വേഷിച്ചപ്പോൾ ഏത് വസ്തു കണ്ടാലും അതിന് വ്യത്യസ്തമായൊരു കാഴ്ചയാണ് ഞാൻ കാണുന്നത്. ഒരു മുട്ട കാണുമ്പോൾ അതിനകത്തെ കോഴിയെ കാണും, ഒരു പുഴുവിനെ കാണുമ്പോൾ അതിനകത്ത് ചിത്രശലഭത്തെ ഞാൻ കാണുന്നു, പറക്കുന്ന ചിത്രശലഭത്തെ ഞാൻ കാണുന്നു. ഒരു ക്രൂരനെ കണ്ടാൽ അവനിലെ നല്ല മനുഷ്യനെ ഞാൻ കാണുന്നു. നശ്വരതയിൽ ഞാൻ അനശ്വരതയെ കാണുന്നു, ഭിന്നതയിൽ ഞാൻ ഐക്യത്തെ കാണും, ദുഃഖത്തിൽ ഞാൻ സന്തോഷത്തെ കാണും, മൃത്യുവിൽ ഞാൻ അമൃതത്വം കാണും, നാനാത്വത്തിൽ ഞാൻ ഏകത്വം കാണും. അങ്ങനെ കാണും എനിക്കിപ്പോഴും സംതൃപ്തിയുണ്ട്. ആ കർഷകൻ പഠിപ്പിച്ച പാഠമാണ് ഞാൻ ജീവിതത്തിൽ പഠിച്ച ഏറ്റവും വലിയ പാഠം. ഇതുപോലെ എന്നും തത്വം പഠിക്കാനാണ് ഗുരു നമ്മളെ ശീലിപ്പിക്കുന്നത്. ശരിക്കും പ്രകൃതിയുമായിട്ട് ചേർന്നിരുന്നാൽ നമുക്ക് വേണ്ട ഉത്തരം കിട്ടുമെന്നുള്ളതാണ്. അങ്ങനെ ഓരോരോ പാഠങ്ങളും അമ്മയുടെ അനുഭവത്തിൽ നിന്നുള്ള പാഠങ്ങൾ അങ്ങനെയാണ് അമ്മയ്ക്കുണ്ടായത്.